അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളെ കരിമ്പുണ്ടല്ലോ, കരിമ്പ് ഇഷ്ടമില്ലാത്തവരാരുമില്ലല്ലോ. അപ്പം ഞാൻ കുറേ മുന്നേ ഏതൊരു നേർച്ചയിൽ നിന്ന് വാങ്ങിയ, സാധാരണ നേർച്ച പൂരങ്ങളിലൊക്കെ ആണല്ലോ കരിമ്പ് ഉണ്ടാവാറ്. അപ്പോൾ അവിടെ അവർ കരിമ്പിൻ്റെ കടഭാഗം കട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതവർക്ക് ആവശ്യമില്ലാത്തതല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ തൈകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും കരിമ്പിൻ്റെ. ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ ആയിട്ട് അങ്ങനെ വാങ്ങിയതാണ്. കരിമ്പ് വിൽക്കണ ഭാഗത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതുപോലെയുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഈ 2 തൈകൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു 5-6 എണ്ണം വെച്ചിട്ട് ഇത് മാത്രമാണ് പിടിച്ച് കിട്ടിയത്. അപ്പോൾ സാധാരണ നമ്മൾ വാങ്ങണ കരിമ്പിൻ്റെ അത്ര ഒന്നും ഉഷാറുണ്ടാവില്ല, കണ്ടില്ലേ, വണ്ണം കുറഞ്ഞിട്ടുള്ള ഇതിലാണ്. എന്നാലും 2 എണ്ണം മാഷാള്ള പിടിച്ച് കിട്ടി. പിന്നെ ഒരു 2 തൈകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ല, അതിൻ്റെ കടഭാഗത്തുനിന്ന് തൈകൾ 2-3 എണ്ണം പൊട്ടി വന്നിരിക്കുന്നു, കണ്ടില്ലേ. 1-2 എണ്ണം വേറെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗത്തായിട്ട്, അത് ഉണങ്ങിപ്പോയി. അപ്പോൾ ഞാനിത് ഏതായാലും കട്ട് ചെയ്യാനുള്ള ഏകദേശം പരുവായിട്ടുണ്ട്. കട്ട് ചെയ്യാനുള്ള പരുവായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇലകളൊക്കെ ഇങ്ങനെ അടർന്ന് പോരും, കണ്ടില്ലേ. ഇതൊക്കെ ഇങ്ങനെ അടർന്ന് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഏകദേശം വെട്ടാനുള്ള പരുവെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏതായാലും ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നൊന്ന് നോക്കാമല്ലോ അല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്ത്, കണ്ടില്ലേ. അപ്പോൾ നമ്മളിത് താഴെ വെച്ച് വളർത്തുമ്പോഴാണ് നല്ല വേരോട്ടോ നല്ല ഉഷാറിൽ വരുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഗ്രോ ബാഗിലാണല്ലോ വെച്ചത്, അതാണിപ്പോൾ ഇത് അത്രത്തോളം കരിമ്പിന് ഇത്ര അധികം വളർച്ച ഇല്ലാതെ വന്നത്. എന്നാലും മാഷാ അല്ലാഹ് അങ്ങനെ കിട്ടി. അപ്പോൾ ഇത് കൂടുതലായിട്ട് സാധാരണ മണ്ണും ചാണകപ്പൊടിയും ഇട്ടാണ് ഞാനിത് ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നത്, അതിലാണ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ തലപ്പ് ഭാഗം കട്ട് ചെയ്ത് വെച്ചാലും പിടിക്കുമെന്ന് പറയുന്നുണ്ട്, വെച്ച് നോക്കണം ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഇനി തൈകൾ ഇനി കൂടുതലായിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ സൈഡിൽ പൊട്ടി വരും തൈകൾ. അപ്പോൾ അത് നമുക്ക് വളർത്തിയെടുക്കാം. അതായത് ഒരു കരിമ്പിൻ്റെ തൈ ഉണ്ടായാലും അതിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് കട്ട് ചെയ്തിട്ട് മധുരമുണ്ടോ അതോ പുളിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇൻഷാ അല്ലാഹ്. കണ്ടില്ലേ, ഇത്രയും ഭാഗമാണ് ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയത്. മാഷാ അല്ലാഹ് ഞാനിതിൽ നിന്നൊരു ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തിട്ട് കഴിച്ച് നോക്കി, മധുരമുണ്ട്, മാഷാ അല്ലാഹ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നേർച്ച പൂരങ്ങളിലൊക്കെ ഇങ്ങനെ കരിമ്പിൻ്റെ കടഭാഗം കാണുമ്പോൾ വാങ്ങിയിട്ട് നട്ട് നോക്കുക. ഞാൻ 5-6 തൈ കടഭാഗങ്ങൾ നട്ട് കൊടുത്തിട്ട് ആകെ കിട്ടിയതാണ് ഈ 2 തൈ മാത്രം. ഇതും ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല, കാരണം ഇവർ ഈ മധുരമുള്ള സാധനമായതിൻ്റെ പേരിൽ ഉറുമ്പൊക്കെ വന്ന് ശല്യം ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് തേച്ച് കൊടുത്തിട്ടൊക്കെ വേണം നട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല, നല്ല നീർവാർച്ചുള്ള മണ്ണിലായിരിക്കണം വെച്ച് കൊടുക്കണം. എന്നാലോ വെള്ളവും നന്നായി ഒഴിച്ച് കൊടുക്കുകയും വേണം, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്ന് മാത്രം. അപ്പോൾ നിങ്ങളും കരിമ്പിൻ്റെ അതുപോലെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിനി ഇത് നട്ട് കൊടുക്കാൻ പോണത് താഴെ മണ്ണിലാണ്. പിടിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഈ ഒന്ന് നിൽക്കുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞതിൻ്റെ വെച്ച് ഞാൻ അതിനേക്കാളും കുറച്ചും കൂടെ ഉഷാറായിരുന്നു ഇത്. അത് കാരണം ഞാനിത് ആദ്യം കട്ട് ചെയ്യണമെന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.